കേരളാവതിന്ന് വിളിച്ചിരുന്നു. എന്താ പറഞ്ഞു? ന്യൂസ് വന്നിട്ടുണ്ട്. നിങ്ങളെ കൊച്ചിന്റെ ആരാണ് വിളിച്ചായിരുന്നു. അപ്പൊ എന്താ പറഞ്ഞു? പൊളിയാണ്, ഇത് ട്രാപ്പിംഗാന്ന് പറഞ്ഞു. ഇന്നല്ലേ അതെന്താണെന്നറിയോ? സദ്വേഷണം. അപ്പൊ മൂന്നാമത്തെ വേജ പോക്സോ കേസിനെ കുറിച്ചുള്ള മൂന്നാമത്തെ വീഡിയോ ആണ്. അതിൻ്റെ നിജസ്ഥിതികൾ ബോധ്യപ്പെടുത്തുന്നതിനുള്ള മൂന്നാമത്തെ വീഡിയോ. അതായത് 2017 ഫെബ്രുവരി 3-ാം തീയതി എൻ്റെ പേരിൽ വന്ന ആ പോക്സോ കേസ് എൻ്റെ പേരിൽ ചാർജ് തന്ന, അതായത് അമൃതാജന്യ ഗുരുരത്നസ്വാമി എന്നിവർക്കെതിരെ ബഹുമാനപ്പെട്ട കേരള DGPക്ക് ഞാൻ പരാതി കൊടുത്തതിന് പ്രകാരം ഈ പെൺകുട്ടിയുടെ പ്രേമം കാമുകനായിട്ടുള്ള ഒരു ബന്ധം പിടിച്ചതും പ്രകാരം എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയെ എന്നോടുള്ള വൈരാഗ്യത്തെ മുതലെടുത്തുകൊണ്ട്, ആ പെൺകുട്ടിക്കും കാമുകനും ഉള്ള വൈരാഗ്യത്തെ മുതലെടുത്തുകൊണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആ ഒരു പോക്സോ കേസിൻ്റെ കുറേ കള്ളത്തരങ്ങൾ അതിൽ പറഞ്ഞ് പ്രചരിപ്പിക്കുകയുണ്ടായി അമൃതാജന്യം ഗുരുരത്നസ്വാമിക്ക് അവരുടെ ഉപജാപക വൃന്ദങ്ങൾ. അപ്പോൾ അതിനെപ്പറ്റിയുള്ള നിജസ്ഥിതിയാണ് ഞാൻ ബോധ്യപ്പെടുത്തുന്നത്. അപ്പോൾ ആ കേസ് പ്രകാരം 1ഉം 2ഉം വീഡിയോ കൂടി ഞാൻ ഇട്ടു, പാർട്ട് 1ഉം പാർട്ട് 2ഉം. അപ്പോൾ അതിൽ പോലീസ് സ്റ്റേഷനിലേക്ക് എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതിന് ശേഷം ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അന്ന് തന്നെ ഫെബ്രുവരി 3-ാം തീയതി 2017 ഫെബ്രുവരി 3-ാം തീയതി തന്നെ എന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും ഈ പെൺകുട്ടിയുടെ അമ്മാവനും കൂടി വന്ന് പറഞ്ഞതിൻ്റെ പ്രകാരം, ഈ സത്യസ്ഥിതി നിജസ്ഥിതി ബോധ്യപ്പെടുത്തിയതിന് പ്രകാരം, ഈ കാര്യങ്ങൾ ഏകദേശം ബോധ്യപ്പെട്ടതിന് പ്രകാരം എന്നെ അവിടെ നിന്ന് വിടിയുന്നു. പിറ്റേ ദിവസം നമുക്ക് സംസാരിക്കുക എന്നുള്ള രീതിയിൽ വിടിയുന്നു. 11 മണിക്ക് ചെല്ലണം, കാര്യങ്ങൾ അറിയാം എന്നുള്ള രീതിയിൽ വിടുമ്പോൾ അന്ന് ഞാൻ രാത്രി 9 മണിക്കാണ്, ഏകദേശം ഒരു 4 മണിയായപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഒരു 9, ഏകദേശം 8:09, 8 മണിയായപ്പോൾ എന്നെ വിട്ട് 8:09 മണിയായപ്പോൾ എന്ന് പറയുന്നത് ഞാൻ ആശ്രമത്തിൻ്റെ അവിടെ എത്തി. ആശ്രമത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ആശ്രമത്തിൽ പോയി തൊഴുത് നമസ്കരിച്ച് തൊഴുതാൻ ചെല്ലുമ്പോഴത്തേക്കും സെക്യൂരിറ്റി മാനേജരായ സജീവ് അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് ഞാൻ പറയുന്നു, എനിക്കിട്ടൊരു മുട്ടൻ ഒരു സമ്മാനം തന്നിട്ടുണ്ട് എനിക്ക്, അതായത് ഒരു പെണ്ണ് കേസ് എൻ്റെ പേരിൽ. എനിക്കറിയാവുന്ന കാര്യമാണ് ഞാനപ്പോൾ പറഞ്ഞത്. എൻ്റെ നിജസ്ഥിതി കൂടുതൽ എനിക്കറിയില്ല, പരാതി എന്തൊക്കെ എഴുതി കൊടുത്തേക്കണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ കുട്ടിയെ ഒരു എന്താ പറയുക, പീഡനം, മാനസികമായിട്ടുള്ളൊരു പീഡനം എന്നുള്ള രീതിയിലാണ് ഞാൻ ധരിച്ചത്. പക്ഷെ പിന്നീട് അതിൽ എഴുതി ചേർത്തുന്ന കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഒരു മനുഷ്യനും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതൊക്കെ നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞ വെച്ചാൽ അത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയിട്ട് ഞാൻ ആശ്രമത്തിൽ ഇപ്പോൾ തൊഴുത് നമസ്കരിച്ച് സജീവനോട് കാര്യം പറഞ്ഞിട്ട് നേരെ കാറി കയറി വരികയും വീട്ടിൽ വന്നു കഴിയുമ്പോൾ വീട്ടിൽ അന്ന് എന്നെ പരിചയമുള്ള അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് പേരെ കാണിക്കാം, കുറച്ച് പേരോട് സംസാരിക്കുന്നത് കാണിക്കും. കാരണം ഞാൻ ഇവിടെ പറഞ്ഞ് അമൃതാജന്യം ഗുരുരത്നസ്വാമിയൊക്കെ പ്രചരിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ചന്ദ്രബാബുവിനെ ഈ പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തിട്ട് നേരെ കൊണ്ട് തൂക്കിക്കൊന്നുള്ള രീതിയിലാണ്. മനസ്സിലായത്? അവിടെ സ്റ്റേഷനിൽ നിന്ന് വിട്ട് കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് ചാടിപ്പോയെന്ന്, സ്റ്റേഷനിൽ ചാടിപ്പോയെന്ന് പ്രചരിപ്പിക്കുന്നുണ്ട്. പിന്നെ അത് കൂടാതെന്ന് പറഞ്ഞാൽ സ്റ്റേഷനിൽ നിന്ന് വിട്ടപ്പോൾ ഇവിടെ നിന്ന് പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെട്ടു പോയെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെ പ്രചരിപ്പിച്ചതിന് ഉള്ള ഒരു തെളിവായിട്ടാണ് ഞാനിതിരുന്നത്. കാരണം ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ നിന്നൊരു ചരിത്രം പരിശോധിച്ചതെന്ന് പറഞ്ഞാൽ ശാന്തിരാശ്രമത്തിൻ്റെ വിരോധമുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അപായപ്പെടുത്തും, ഒന്നെങ്കിൽ അവരടിച്ച് കൊല്ലും, അല്ലെങ്കിൽ വിഷം കൊടുത്ത് കൊല്ലും, അല്ലെങ്കിൽ വീട് ആക്രമിച്ച് ഓടിക്കും. അങ്ങനെ ഒരുപാട് കലാപരിപാടികൾ ഇവർക്കറിയാം. അങ്ങനെ ഒരു തെളിവുകൾ ഒരുപാടുണ്ടായിരുന്നു. ആ റബേക്ക രഞ്ജിത്തിൻ്റെ വീടൊക്കെ അടിച്ച് പൊളിച്ച് വിനായക സാറിനൊക്കെ തല്ലി ഓടിക്കുക ചെയ്തു. അപ്പോൾ ഗുരുവോടൊത്ത് നിന്ന ആൾക്കാർ ഇവരെന്തൊക്കെ രീതിയിൽ അക്രമം നടത്തിയിട്ടുണ്ടെന്നുള്ളതൊക്കെ നമുക്ക് അന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടാണ്, ഇവരുടെ എല്ലാ ഇല്ലീഗൽ ആക്ടിവിറ്റിയും ഉൾക്കൊള്ളിച്ചിട്ടാണ് ഞാൻ DGPക്ക് 18/6/2016 പരാതി കൊടുക്കുന്നത്. അതിൽ കള്ളക്കേസ് വരാം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചരിത്രമുണ്ട്. അപ്പോൾ ഇവർക്ക് ഈ കേസിൻ്റെ തന്നെ വെച്ച് തന്നിട്ട് നേരെ DGP കൊടുത്ത പരാതി പിൻവലിക്കുക എന്നുള്ളൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ 18 ലക്ഷം രൂപ ഞാൻ സ്നേഹനിധി എന്ന് പറയുന്ന ഇവരുടെ ഒരു ഇല്ലീഗൽ ബാങ്ക് ഉണ്ട് ശാന്തിരാശ്രമത്തിൽ. ആൾക്കാരെ നിന്ന് പൈസ കടം മേടിച്ചിട്ട് അതിൽ പലിശ കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിക്കുന്നൊരു പരിപാടി. സ്ഥലമായിട്ടും സ്ഥാപന വസ്തുക്കളായിട്ടും ഒക്കെ പറ്റിക്കും. അതിൽ കഴിവുള്ളവന് തിരിച്ചു കൊടുക്കും, അല്ലാത്തവരെ എന്ന് പറഞ്ഞാൽ പറ്റിക്കപ്പെടും. പിന്നെ അത് കൂടാതെ പറഞ്ഞാൽ നവജ്യോതിസ് കരുണാഗുരു ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറഞ്ഞൊരു സംഘടന, ഇവരുടെ കള്ളത്തരങ്ങളെല്ലാം ഗുരുവിനെ വിറ്റ് പണമുണ്ടാക്കിയാണ് ഈ അമൃതാജന്യം ഗുരുരത്നും അവരുടെ ഉപജാപക വൃന്ദങ്ങൾ വന്ന് കണ്ടപ്പോൾ
നമ്മൾക്ക് സ്വന്തമായിട്ട് ഗുരുവിൻ്റെ ആശയപ്രചരണത്തിനും ഗുരുവിൻ്റെ കാര്യങ്ങൾക്കും ലോകത്തിന് വേണ്ടി നന്മ പ്രചരിപ്പിക്കാനും അത് കർമ്മം ചെയ്യാനും വേണ്ടി ഒരു സംഘടന രൂപീകരിച്ചു. ആ സംഘടന റദ്ദ് ചെയ്യാൻ വേണ്ടി ഇവർ എൻ്റെ കേസ് വരുന്നതിന് മുമ്പ് തന്നെ ശ്രമിച്ചു. മുരളി ശ്രീധർ സാറ് ഒരു പ്രാവശ്യം അതിന് ജില്ലാ രജിസ്റ്റർ ഓഫീസിൽ ഇത് കൊടുത്തിട്ടുണ്ട്, എന്നുവെച്ചാൽ കത്ത് കൊടുത്തിട്ടുണ്ട്, ഇത് റദ്ദ് ചെയ്യണമെന്നും പറഞ്ഞു. എന്നുവെച്ചാൽ ഗുരുചന്ദൻ്റെ അമൃതയുടെയും പണമുണ്ടാക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ്. പേറ്റൻ്റ് എടുത്ത് വെച്ചേക്കാണ് ഗുരുവിനെ. മനസ്സിലായി? വേറെ ആർക്കും ഗുരുവിൻ്റെ പേരിൽ ഒരു പ്രവർത്തനവും നടത്താൻ പറ്റില്ല ഇവരുടെ അനുവാദമില്ലാതെ. അപ്പം അങ്ങനെയുള്ള 3-4 കാര്യങ്ങളാണ് ഇവർ ഇതിലൂടെ സാധിച്ചെടുക്കാൻ നോക്കിയത്. എന്നുവെച്ചാൽ എൻ്റെ നിന്ന് 18 ലക്ഷം രൂപ മേടിച്ചേക്കണം, എൻ്റെ പലിശ ഉൾപ്പെടെ പറ്റിക്കുമോ, അങ്ങനെ ഒരുപാട് ആൾക്കാരെ പറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ബാക്കി കാര്യങ്ങൾ വിശദമായിട്ട് ഞാൻ സംസാരിക്കാം പിന്നീട്. ഇപ്പോൾ എന്ന് കാണിക്കുന്നതെന്ന് വെച്ചാൽ ആ 3-ാം തീയതി ഞാൻ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിൽ പോയി ആൾക്കാരുടെ സംസാരിക്കുന്നതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ, വലിയ വീഡിയോയാണ്, അതിൽ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. പ്രസക്തമായ കുറച്ച് കാര്യങ്ങൾ കാണിക്കാം. ആശ്രമത്തിൽ വന്ന് തൊഴുത് നമസ്കരിച്ച് ഇറങ്ങിയാണ് അവിടെ നിന്ന്. അതുകൂടാതെന്ന് പറഞ്ഞാൽ അന്ന് തൊഴുത് നമസ്കരിച്ച് ഇറങ്ങിയപ്പോൾ എൻ്റെ മനസ്സിലൊരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ കേസ് എൻ്റെ കഴുത്തിൽ വെച്ച് തന്ന ഈ കേസ് എന്നിൽ നിന്ന് പോകുന്ന സമയത്ത് ഇനി ഞാൻ ആശ്രമത്തിൽ കയറുള്ളൂ. കാരണം ഒരു സത്യത്തിന് വേണ്ടി നിന്നപ്പോൾ ഇത്രയും ഭയാനകമായ ഒരു സാധനം എൻ്റെ തലയിൽ എടുത്ത് വെച്ച് തന്നല്ലേ. അപ്പം അതുകൊണ്ട് അത് എൻ്റെ തലയിൽ നിന്ന് മാറാതെ, അല്ലെങ്കിൽ ഗുരുവിൻ്റെ ഈ പ്രവർത്തനത്തിന് അതൊരു തടസ്സമാണ് ആ കേസ്, അത് മാറാതെ ഞാൻ കളങ്കം മാറാതെ ഞാൻ ആശ്രമത്തിനകത്ത് കയലൂത്തില്ല എന്ന് പറഞ്ഞ് പുറത്തു നിന്നുള്ള പ്രവർത്തനം, അത് നിയമപരമായിട്ടാണെങ്കിലും ഒരുപാട് കേസുകൾ, ശാന്തിയിലായിട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് കേസുകൾ ആദ്യം അവരെ എനിക്കെതിരെ കൊടുത്തു, പക്ഷേ ഇപ്പം ഞാൻ അവർക്കെതിരെ കൊടുത്തു. ഒരുപാട് കേസുകൾ ലൈവായി കോടതികളിൽ നിൽക്കുകയാണ്. ഇനിയും ഉണ്ടാകും, നിയമയുദ്ധങ്ങൾ ഒരുപാടുണ്ടാകും. മനസ്സിലായി? എല്ലാ വശത്തു നിന്നുള്ള ഒരു ഇതാണ്. കാരണം ഗുരുവിൻ്റെ ആശയം ലോകത്ത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളും ചെയ്യും. ഇവരുടെ കൊള്ളത്തരങ്ങളും കള്ളത്തരങ്ങളും ഗുരുവിനെ വിട്ട് കാശാക്കുന്നതും എല്ലാം പൊതുസമൂഹത്തോടും, കാരണം അവരെല്ലാം അറിഞ്ഞിരിക്കണം. കാരണം വിശ്വാസ സമൂഹം അറിഞ്ഞിരിക്കണം നമ്മൾ കൊടുക്കുന്ന പണം ഗുരുവിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയല്ല എത്തുന്നത്, ഇവരുടെ സുഖലോലുപതയ്ക്ക് വേണ്ടിയാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഈ സന്യാസ വേഷധാരികളെന്ന് പറയുന്നത് അവർ ശരിക്കും പറഞ്ഞാൽ ആഡംബര ലൗകിക സുഖങ്ങൾക്ക് അടിമയാണ്. മനസ്സിലായോ? എല്ലാ അർത്ഥത്തിലും, മദ്യത്തിൻ്റെ ആയാലുമുള്ള മയക്കുമരുന്നിൻ്റെ ആയാലുമുള്ള എല്ലാം. ഇവരെന്ന് പറഞ്ഞാൽ സർവ്വതും ത്യജിച്ച് നിൽക്കുന്ന ആൾക്കാരാണെന്ന് നമ്മളോട് പറഞ്ഞ് ധരിപ്പിച്ചുകൊണ്ട് ഇവർ സർവ്വ സുഖങ്ങളും അനുഭവിച്ച് ഗുരുവിൻ്റെ ആശയത്തെ മലിമസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ അത് തടുക്കുക തന്നെ വേണം. അപ്പോൾ അതിന് ആൾക്കാരെ ബോധവൽക്കരിക്കണം, അതിനുവേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഈ സർക്കാർ ഫണ്ടുകൾ അടിച്ചു മാറ്റുന്നത് നിർത്തണം. കാരണം പാവപ്പെട്ടവരുടെ നികുതിപ്പണം ഉപയോഗിച്ചാണ് സർക്കാർ ഫണ്ടുകളൊക്കെ വരുന്നത്. അതിൻ്റെ ഗ്രാൻഡായിട്ടും അല്ലാതെയായിട്ടും പല രീതിയിൽ ഫണ്ടുകൾ ഇവരടിച്ചു മാറ്റുന്നുണ്ട്. അതൊക്കെ പ്രയോജനരഹിതമായിട്ടുള്ള രീതിയിൽ പോകാൻ സമ്മതിക്കാത്ത പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ വീഡിയോ കാണിക്കാം, കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ആ വീഡിയോ കട്ട് ചെയ്ത് കുറച്ച് ഭാഗം മാത്രം കാണിക്കും. 3/2/2017 എന്നെ അറസ്റ്റ് ചെയ്തതിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ വിട്ടിട്ടുള്ള ഒരു ഭാഗമാണ് കാണുക, സദ്വിശരണം. ബാക്കി അത് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോകൾ ഇനിയും വരുന്നതാണ്. ഒരു ഒട്ടനവധി കാര്യങ്ങളുണ്ട് പറയാൻ, അപ്പോൾ അതെല്ലാം അതിൽ വരുന്നതാണ്. സദ്വിശരണം എന്താണ്? ഒരു സമ്മാനം കിട്ടിയേട്ടാ. എന്തേ ഡോക്ടറെ വീട്ടിൽ അവിടെയാണ് ഡ്യൂട്ടി. അറിഞ്ഞില്ലേ? ഒരു ചെറിയ ട്രാപ്പ്, ഒരു പെണ്ണ് കേസ്. നമ്മുടെ ചേച്ചിയുടെ മോളെ കൊണ്ട് തന്നെ ഒരു കംപ്ലൈൻറ്റ് പിടിപ്പിച്ചു. സ്കൂളിൽ നിന്ന് എല്ലാ കുട്ടികളുടെ നിന്നും പരാതി എഴുതി മേടിപ്പിച്ച് പീഡിപ്പിക്കുന്നുണ്ട്. അത് ബാക്കിയുള്ള പിള്ളേരെ ബാക്കിയുള്ള ഒരു മൊത്തത്തിൽ മേടിച്ചെങ്കിൽ അതിനൊരു കുഴപ്പമുണ്ടാവുള്ളൂ. ഇവിടെ മാത്രം നിങ്ങൾ സ്കൂളിൽ പോകുന്നില്ല, അപ്പം ബാക്കിയുള്ള പിള്ളേർ അങ്ങനെ മനസ്സിലാകാത്തതാണ് ഞാൻ ചോദിച്ചത്.
നിങ്ങളുടെ ചേച്ചിയുടെ മോള് കേസ് കൊടുക്കും. ഓക്കെ, ഞാൻ കഴിഞ്ഞ് കേട്ടെ. ചേച്ചിയുടെ മോളെന്ന് വെച്ചാൽ കുടുംബത്തിൽ നിന്ന് തന്നെ കൊടുക്കുമ്പോഴല്ലേ നല്ലത്. അവളെ ഒരു ലവ് ഓഫർ പിടിച്ചിട്ട് ഞാനിങ്ങനെ ഇതായിട്ട് ഇരിക്കുന്നു. അപ്പോൾ അവർ പിടിച്ച് പറഞ്ഞിട്ടുണ്ടാവും പിന്നെ അവൾക്ക് ആ കുലശുദ്ധീനെ കെട്ടിച്ചു കൊടുക്കാം. നീ ധൈര്യമായിട്ട് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകാരൻ്റെ മോളാ ഒരുത്തിനായിട്ട് പറയാമോ? കൂട്ടുകാരൻ പിടിച്ചല്ലേ, കൂട്ടുകാരൻ അനിയൻ പിടിച്ച് അത് വിഷയമായി അലമ്പായിരിക്കുകയാണ്. അപ്പോൾ പുറത്തുനിന്ന് ഒരാൾ പറയണേ നിങ്ങളെ ഞാൻ കെട്ടിച്ചേരാൻ പ്രായപൂർത്തിയാകുമ്പോൾ അനിയനെ ഒരു പണി കൊടുക്കാൻ പറഞ്ഞ് ചെയ്യൂലേ? എന്നിട്ട് എന്തായി? എന്നിട്ടെന്തായിരുന്നു? എന്നിട്ടിപ്പോൾ നമ്മളവിടെ നിന്ന് ഇറങ്ങി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചി ആരാണിത് കൊടുത്തതെന്ന് പറഞ്ഞ് നമ്മളെന്തെങ്കിലും മൂവ് ചെയ്യും അവിടെ. പണി നോക്കിയിരുന്നു കേട്ടാ. ഇറങ്ങി പറഞ്ഞില്ലേ? നമ്മളിത് ആശ്രമത്തിൻ്റെ ഫ്രണ്ടിൽ പ്രതിവണ്ണുണ്ട്. ഇവിടെ കാണാം. ഹലോ, നമ്മളെ സജീവനോട് പറഞ്ഞ സെക്യൂരിറ്റി എന്ത് നാളെ 11 മണിക്ക് ചെല്ലണമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ എന്താണെന്നുള്ളത് നോക്കണം. നാളെ പോകുമ്പോഴത്തേക്ക് അഡ്വക്കേറ്റിനായിട്ട് പോകും. എന്താ അല്ല, ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ പെടാൻ തയ്യാറാണെന്ന് പറഞ്ഞു എസ്ഐന്. പിന്നെ നമ്മൾ ആ കംപ്ലൈൻറ്റ് കൊടുത്തതെന്ന് പറഞ്ഞാൽ അതൊക്കെ നല്ല ടൈമിൽ നല്ല കറക്റ്റ് സാധ്യതയിലാണ്. പിന്നല്ലേ അവിടെ ഇട്ടിട്ടുണ്ടല്ലേ? എന്താ? അതന്നെ അല്ല അത് വേണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേണ്ടേ? ഇനി എനിക്ക് എന്നിട്ട് വേണം നോക്കാനായിട്ട്. ഞാൻ നോക്കട്ടെ. ടാഗ് ചെയ്ത് കൊടുത്താ? ശരി. ഓഹോ, ശരി. ഞാൻ വീട്ടിൽ എത്താം. ശരി. കഴിഞ്ഞല്ലേ? ഇവിടെ തന്നെ അല്ല സാധാരണ വില്ലേജിലാണ്. അങ്ങോട്ട് നടന്നു പോകാം. ഇത് ജേസൺ അല്ലേ? ഇത് എൻ്റെ അച്ഛനും അമ്മയും. അവരിവിടെ ഇല്ല. അനിയനും ഭാര്യയാണ്. ജേസൺ താഴെ വണ്ടിയിൽ പൈസ ഇരിക്കണം. മണ്ണിൽ ഡോക്യുമെന്റ്സ് മൊത്തം ഇരിക്കണം വണ്ടിയിലേ. അവിടെ കൊടുത്തപ്പോഴേ ഫോണിലാണെങ്കിൽ അതാരെടുത്തിട്ടുണ്ടെന്ന് അറിയില്ല. മോനെ പറയടാ. പൊന്നെ പിള്ളേരുടെ മുമ്പിൽ ഇനി എന്ത് ചെയ്യുമെന്ന്. എന്തോടി ഇവിടെ ആരുമില്ലേ? അതെ ആണല്ലേ? ഉഗ്രം പണിയിട്ടോ? നേരത്തെ ഒരു പെണ്ണ് കേസും കൂടി ഉണ്ടായിരുന്നെങ്കിൽ. ഹലോ അച്ഛാ. ഹലോ, ഞാൻ ഇവിടെ ഉണ്ടല്ലേ? പിന്നെ കാഞ്ഞാമ്പറ. എന്ത് പറ്റി? എവിടെയുണ്ട്? ഞാൻ എന്താ ഇപ്പോൾ വന്നേള് കയറി. ഞാനിപ്പോഴുണ്ട്. കൊടുക്കണോ? ഉണ്ട്. ശരി, കയറി. അല്ല എന്തേലും കട്ടൻ ചെയ്യണം. വാ, ഇവിടെ ഇരിക്കാം. വാ. എങ്ങനെയുണ്ട് മനോജ്? എന്താ ഇവനെ കണ്ടിട്ട് എനിക്ക് ആളെ മനസ്സിലായില്ല. മനസ്സിലായോ? പിന്നെ എനിക്ക് നിന്നെ പണ്ടേ അറിയാം. നിനക്കിപ്പോ ഇച്ചിരി തടി വന്നു, അതുകൊണ്ട് ഒരു വ്യത്യാസമൊന്നുമില്ല. പണ്ടേ ഉള്ളവർ അറിയാത്തവരാരും ഇല്ലല്ലോ. നമ്മള് പണ്ടേ ഇവിടെ ഒറ്റ പെട്ടാളോ.
എനിക്ക് പേര് തന്നെ എങ്ങനെയായിരുന്നു? ഒറ്റയാമ്പള പട്ടളമല്ലേ? എനിക്ക് പണ്ടായിരുന്നു. നമ്മളിപ്പോ 96 മുതൽ ഞാൻ ഇവിടെ നിൽക്കുന്നു. എന്തുവാടാ വീടൂടാ നീ വന്നേ. KSRTC അല്ലേ? അത് നമുക്കിവിടെ രാജീവിനെ കൊണ്ട് പുള്ളി എന്താ പറഞ്ഞ അവസാനം അതിനകത്ത് കയറ്റിട്ട് ഞാൻ ഫ്രീയാണ് കുറെ ഇത് ചെയ്യുന്നുണ്ടല്ലോ. ഒരുപാട് സമയം സംസാരിച്ചല്ലേ? അതെന്താണ്? കൊച്ചിനെ ഒറ്റയ്ക്ക് വിടരുത്. ഒറ്റയ്ക്ക് വിടരുത്. അതായത് ഇപ്പം ഇത്ര പ്രശ്നമല്ലേ, മാനസികമായിട്ട് പ്രശ്നം കാണും. കൂട്ടത്തിൽ എപ്പോഴും അതിനോട് കാണണം. പിന്നെ കൊച്ചിറങ്ങി പോകാൻ നോക്കണം. പിന്നെ കൊച്ചിന് നാളെ അവർ 11 മണിക്ക് വന്ന് മൊഴിയെടുക്കും. മാനസിക പ്രശ്നം ഉണ്ടാക്കിയത് അവരൊക്കെ കൂടെ അല്ലേ? അതിനുശേഷം വേറെ വല്ല സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നുമില്ല. അന്ന 11 മണിക്ക് ചെയ്യണം. പിന്നെ അതിനുശേഷമുള്ള ആകെ ഒരു ഇത് മജിസ്ട്രേറ്റിന് അവിടെ നിന്ന് ഒരു നോട്ടീസ് വരും. എവിടെ? ഇങ്ങോട്ട് വീട്ടിലോട്ട് വീട്ടിലോട്ട് ചെന്ന് അവിടെ ഓഫീസിലോ, കോടതിയിലല്ല ഓഫീസിലോ വീട്ടിലോ ആയിരിക്കും ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി കൊടുക്കണം. അതോടുകൂടി ഇത് തീരുമെന്ന് പറഞ്ഞു. പക്ഷെ അതോടുകൂടി തീരും. കാര്യം എന്താണെന്നറിയോ, എൻ്റെ പേരിലൊരു അടി വരെ ഇട്ടല്ല. ഇനി നാളെ ഇതേപോലത്തെ ഒരു സമാനമായ എന്ത് കേസ് വന്നാലും ഒരു കിരീടം അല്ലേ? പക്ഷെ അത് ഞാൻ പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ സാധനം തേച്ചു മാച്ച് കളയണം. അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഒരു ഒരു ഒന്നടങ്ങി കഴിയുമ്പോ തിരിച്ച്, അതായത് ഇവരെ കൊച്ചിനെ കൊണ്ട് എഴുതി വാങ്ങിക്കുമല്ലോ, എഴുതി കൊടുക്കുമല്ലോ. ആ എഴുതി കൊടുത്ത് അവിടെ മുതൽ വേണം എന്നുണ്ടെങ്കിൽ തിരിച്ച് ചെയ്യാനായിട്ട്. അതായത് കൊച്ചി എഴുതി ശരിയാണ്. ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം ഈ പേപ്പർ കൈ വന്നതിന് ശേഷം മാത്രമേ നമ്മുടെ എവിഡൻസ് വേണമല്ലോ. ഇത് കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ചു പണിയാം. ഒരു പ്രശ്നമില്ല, ധൈര്യമായിട്ടില്ല. അതിന് മുമ്പ് അല്ല ഇവരത് ചാർജ് ആക്കണമെങ്കിലോ എന്തെങ്കിലും സാക്കാണെങ്കിലോ സ്ട്രോങ് അല്ലേ, വീട്ടുകാരെ കൂടെ നിൽക്കുകയല്ലേ. അല്ല ഞാൻ ചോദിച്ചെന്നേ. സ്ട്രോങ് ആവില്ല. പുള്ളിക്കൊന്നും പറയാൻ പറ്റാതെ വീട്ടുകാർ അത് പറഞ്ഞു. നമ്മുടെ വീട്ടുകാർ ഇതിന് നിൽക്കുന്നുകൊണ്ടാണ്. ആണോ? തീർച്ചയായിട്ടും. അത് അല്ല ഇനി വരാൻ പോണ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ജെയ്സനും കയറിലേക്കും പ്രശ്നം വരും, കുടുംബക്കാർക്ക് പ്രശ്നം വരും അല്ലേ? അപ്പോഴാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല ജെയ്സനോട് ഞാൻ പറഞ്ഞു, പുള്ളി പറഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി ഈ വർഷം കഴിയുമ്പോഴത്തേക്കും അങ്ങോട്ട് വിടാൻ പോകണം. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ കുലശുദ്ധി ഇവളെ പ്രേമിച്ചത് തന്നെ ഒരു ട്രാപ്പാണ്. ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും ആശ്രമത്തിൽ നിന്ന് ഒരാൾ പോലും വിളിച്ചിട്ടില്ല. എന്നെയോ അച്ഛനെയോ അങ്ങനെ ആരും ഒരു സാമി പോലും വിളിച്ചിട്ടില്ല. ഈ ഗുണശുദ്ധം എന്ന് പറയുന്നില്ലേ, അത്ര വെറും കൂറയാണ്. അല്ലേ ഈ കൂറകളാണ് ആവശ്യം. കാരണം എന്താ അറിയോ, ഇത് നോർമൽ മൈൻഡുള്ള ഒരുത്തന തകർക്കാൻ ഇതിനപ്പുറം വല്ലതും വേണം. പ്രതികരണം ഒരു നോർമൽ മൈൻഡുള്ള ഒരുത്തന തകർക്കാനായിട്ട് ഇതിനപ്പുറം വല്ലതും വേണം. ബിജു ബിജു അങ്ങനെ വെച്ച് ആണോ? ഹലോ, ഞാൻ വീട്ടിലുണ്ട്. സ്റ്റേഷൻ വന്നായിരുന്നോ? അല്ല ജോണിയോട് പറയാ ഇറങ്ങിയെന്നു, അല്ലെങ്കിൽ വീട്ടിലേക്ക് വരാൻ പറയാം, നമ്മളിവിടെ വെച്ച് കാണാം. ആ വീട്ടിലുണ്ട്, വീട്ടിലേക്ക് വരാം. ശരി. എന്തേ അവരെന്തേ അവിടെ കാരണം അവന് കലിപ്പ് കിടക്കണല്ലേ, അവനോട് ഞാൻ ഉടക്കിയല്ലേ അതിനകത്ത് കയറണ. ഇനി ആര് പറഞ്ഞു? ബിനുവോ? ബിജുവോ? ബിനു അല്ലേ ബിജു, അമൃതേന്റെ അമ്മാവനല്ലേ? ആര്? നിങ്ങളെ വിളിച്ചു വെച്ചെന്ന് പറഞ്ഞു. കറങ്ങാൻ പോയെന്നോ? ഇവിടെ കറങ്ങാൻ പോകാൻ അവസരമില്ല, അത് നമുക്കറിയാം. അതുകൊണ്ട് ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സ്വാമി എന്ന് ചോദിച്ചാൽ അവൻ വല്ലതും പറഞ്ഞത്. ഞാൻ പറഞ്ഞു അവനൊന്നും പറഞ്ഞില്ല. അവനെ വിളിച്ച് ചീത്ത പറയുന്നുണ്ട്. അന്നേരം വന്നിട്ട് പറഞ്ഞു ഈ കാര്യമൊന്നും പറഞ്ഞില്ല, മറ്റേ ലെവലിന്റെ കേസ് പറഞ്ഞു, പഴയ കേസ് പറഞ്ഞു, കുലശുദ്ധിയുടെ. അല്ല വേറൊന്നും പറഞ്ഞില്ല, ആ കാര്യം തന്നെ പറഞ്ഞു. അത് പറഞ്ഞു. പിന്നെ
പിന്നെ അത് കഴിഞ്ഞപ്പോൾ CA വന്ന് SI വന്നിട്ടാണ് പിന്നെ സംസാരിച്ചത്. ഞങ്ങളോട് ഇതിന് വാക്കാറ്റമായി. ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും നടക്കില്ലെന്ന് പറഞ്ഞു. പറഞ്ഞല്ലേ അങ്ങനെ സംഭവിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ലാസ്റ്റ് നമ്മൾ തെളിവ് കൊടുത്തു. തെളിവെന്ന് പറഞ്ഞാല് ടീച്ചറെ വിളിപ്പിച്ചു. ടീച്ചർ വരാതെ ടീച്ചറിന്റെ ബാഗിലിരുന്ന സാധനം ഇനി അവളെന്തോ ചെയ്തോട്ടെ, ടീച്ചറിന്റെ ബാഗിലിരുന്ന സാധനം ടീച്ചർ അറിഞ്ഞിട്ടില്ല, ടീച്ചർ ആർക്കും കൊടുത്തിട്ടില്ല. പിന്നെ അങ്ങനെ വിളിച്ചറിയാം. അപ്പൊ ട്രാപ്പിംഗ് അല്ലെന്ന് ചോദിച്ചല്ലേ? അങ്ങനെ ടീച്ചർ ഏതാണ് ടീച്ചർ? ശ്രീലേഖ എന്ന് പറഞ്ഞാൽ ഇവരോട്ടുള്ള റിലേഷൻ എന്താണ്? ആശ്രമമായിട്ടുള്ള ഒരു പണ്ട് പോലെ ഉള്ളതാണ്. ക്ലാസ് ടീച്ചറാണ്. ഏത് ക്ലാസ്സിലാ? സാജന് വിളിച്ചു വിട്ട ഒരു പാർട്ടി ഉണ്ടല്ലോ. അപ്പം എൻ്റെ കൂടെ വിട്ടെ പുള്ളി കുറച്ചാണ് കൗൺസിലിംഗ് നടത്തി കഴിഞ്ഞപ്പോൾ ഒരു മാനസികാവസ്ഥയ്ക്ക് ചേഞ്ച് ഉണ്ട്. അപ്പൊ പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാല് അങ്ങനെ മുട്ടിയില്ല, ഇങ്ങനെ മുട്ടിയില്ല, അങ്ങനെ മുട്ടിയില്ല, ഇങ്ങനെ മുട്ടിയില്ല എന്നുള്ള രീതി ചോദിച്ചു. അത് മൊത്തം എഴുതി വെക്കാൻ പറഞ്ഞ് അവര് വരട്ടി എഴുതിച്ചതെന്നാണ് പുള്ളി അവള് പറഞ്ഞതെന്നാണ് പുള്ളി പറഞ്ഞത്. ഇവര് വെറുതെ കൊച്ചിനെ ക്രോസ് ചെയ്ത് അങ്ങനെ ഇങ്ങനല്ലേ അങ്ങനല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോ അങ്ങനല്ലേ എന്ന് വെച്ചാൽ റെക്കോർഡ് ചെയ്തായിരുന്നു. അവർ റെക്കോർഡ് ചെയ്തിട്ടില്ല. അവളെ മാറ്റി പറഞ്ഞാലും നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് എനിക്ക് അതിൻ്റെ യാതൊരു ഇതില്ല. മറ്റേ അയാളും കേരളി സാരമില്ല, കുഴപ്പമില്ല. ഞാനിങ്ങനെ വന്ന അയാളും ഇവർ രണ്ടുപേരും കൂടെ അവര് രണ്ടുപേരും കൂടെ കാറിൽ എത്തിയാണ് ഈ ടീച്ചർ ചെയ്യിക്കാനായിട്ട് അച്ഛൻ സമ്മതിക്കും. എന്താ അവര് ഫ്രീ ആയിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോ അച്ഛൻ സമ്മതിക്കും. അച്ഛൻ അതിനേക്കാൾ ബന്ധുത്താണ്. ആര് വൈദ്യരാ? എവിടെ വന്നായിരുന്നോ? എവിടെ വെച്ചായിരുന്നു? എല്ലേ ചോദിച്ചാ? പുള്ളിക്ക് അത് വല്ലതും പറഞ്ഞാൽ മനസ്സിലാവും. ഇത് കുറച്ച് കഴിയുമ്പോഴെല്ലാം പറഞ്ഞാൽ മനസ്സിലാവും. പുള്ളി എടുത്ത് ചാടി ചാടി നിൽക്കുക. പക്ഷെ വേറെ കാര്യമുണ്ട്, ഒരു കണക്കിന് ഇവിടെ തന്നെ കിട്ടിയത് എനിക്ക് നന്നായി അല്ലേ? പക്ഷെ വേറെ കാര്യമുണ്ട്, ബാക്കിയെല്ലായിടത്തും ഞാൻ സൂക്ഷിച്ചാ നിൽക്കുന്നത്. കേരളാവതിന്ന് വിളിച്ചിരുന്നു. എന്താ പറഞ്ഞു? ന്യൂസ് വന്നിട്ടുണ്ട്. കൊച്ചിന്റെ ആരാണ് ചോദിച്ചായിരുന്നോ? അപ്പൊ എന്താ പറഞ്ഞു? പൊളിയാണ്, ഇത് ട്രാപ്പിംഗ് ആണെന്ന് പറഞ്ഞു. ഇന്നല്ലാണ്ടേ അതെന്താന്നറിയോ? അവർക്കൊരു പ്രതീക്ഷയുണ്ട്. ഞാൻ അതുകൊണ്ടാണ് പണ്ട് ഒരു കാര്യം പറഞ്ഞില്ലേ, എന്താ പറഞ്ഞ് സ്വാധീനിക്കാൻ ശ്രമിക്കും, എനിക്കിട്ട് പണി തരാൻ വേണ്ടി പറഞ്ഞില്ലെന്ന് ചോദിച്ചു. പക്ഷെ ഞാൻ അതൊന്നുമല്ല പ്രതീക്ഷിച്ചത്. കുടുംബത്തിലൊരു ഇതുവരെയായിട്ടും പുള്ളിയെ വിളിക്കുകയോ അല്ലെങ്കിൽ അവരുടെ ഗ്രൂപ്പിൽ ആരെയും വിളിക്കുകയോ നമ്മൾ ചെയ്തിട്ടില്ല. അതിലാണ് അവര് അല്ല പാളിപ്പോയത്. അല്ലേ? അത് ചെയ്യൂല, അവിടെയാണ് പാളിപ്പോയത് കേട്ടോ. അത് നമ്മൾ ചെയ്യൂല. അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവരുടെ ക്ലാസ്സിൽ നിന്ന് മാത്രമേ എഴുതി മേടിപ്പിച്ചിട്ടുള്ളൂ അല്ലെ മൊത്തം സ്കൂളിൽ നിന്ന് മേടിച്ചു? എല്ലാ പിള്ളേരും ഉണ്ടെന്ന് അങ്ങനെ പഠിക്കാൻ മോശം. ഞാൻ പറഞ്ഞ ഗ്രേഡ് തിരിക്കുമെന്ന് പറഞ്ഞില്ലേ, ഇത് ഏറ്റവും മോശമായ കുട്ടികളെ. അപ്പൊ എല്ലാ ക്ലാസ്സിൽ നിന്നും ഏറ്റവും മോശമായ തോറ്റ കുട്ടികളെ, അതായത് എല്ലാ വിഷയത്തിനും മാർക്ക് കുറഞ്ഞ കുട്ടികളും പിന്നെ 1-2 വിഷയത്തിനും ജയിച്ച കുട്ടികളെ അങ്ങനെ ഒരു ഗ്രൂപ്പാക്കിയിട്ട് അവരിൽ നിന്ന് എന്താണ് ഇവർക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട്, പഠിക്കാനുള്ള ബുദ്ധിമുട്ട്, എന്താണ് ഓർമ്മക്കുറവ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതി മേടിക്കുന്നു. അങ്ങനെ ആ കൂട്ടത്തിലാണ് എഴുതി മേടിക്കുന്നത്. വേറെ വീട്ടിൽ പോയി ഇരിക്കുമെന്ന് ചോദിച്ചു കാണും. അപ്പൊ ഇരിക്കും, അത് ആരുടെ വീട്ടിലാണ്, ഇന്നാരുടെ വീട്ടിലാണെന്ന് പറഞ്ഞു കാണും. അങ്ങനെയൊക്കെ പിന്നെ അല്ലെന്ന് ഞാനിവിടെ എന്റെ ഭാര്യ ഇല്ലാതെ ഒറ്റക്കുള്ള സമയത്ത് ഇല്ലല്ലോ ഇവിടെ. മനസ്സിലായ? അല്ല ഇതിപ്പോ എന്റെ ഭാര്യ യൂണിറ്റിൽ പോയിരുന്നെങ്കിൽ പണി കിട്ടിയാന്. അതേ സമയത്ത് വേറെ എന്തെങ്കിലും അവൾ ഇവിടെ നിന്ന് ഒഴിവാണ്ട ഒരു സിറ്റുവേഷൻ അല്ല, അവൾ ഇവിടെ ഇല്ലാത്ത ഒരു സന്ദർഭം ഇല്ല. പോവാണ് രണ്ടുപേരും കൂടെ, ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകുന്നത്. അല്ല അവളും ഉണ്ടാവും, ബാബു ഇല്ലാത്ത സമയങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ പിന്നെ നമ്മളിവിടെ ഫോൺ കൊടുത്ത് ട്രാപ്പ് ചെയ്തിട്ടുണ്ട്. അവളോട് പറഞ്ഞിട്ടാണ് അല്ലേ, ഫോൺ കൊടുത്ത് ട്രാപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ. കാരണം ഇവിടെ എന്ത് ചെയ്യുന്നറിയാവോ, നമ്മളിവിടെ വാച്ച് ചെയ്യണമെന്ന് കൈരളിനോട് പറഞ്ഞ് എല്ലാ ഫോണും നമ്മൾ റെക്കോർഡിംഗ് ആണ്. ഇവിടെ റെക്കോർഡിംഗ് ആര് വിളിച്ചാലും റെക്കോർഡിംഗ് ആണ്. അല്ല ഇവളെന്ത് ചെയ്യുന്നറിയാവോ, ഇവള് ഇങ്ങനെ ഞാൻ നോക്കിയപ്പോഴേ ഇവളുടെ ജനമാതയുടെ ഫോണിൽ നിന്ന് നിരന്തരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൾ ലോഗിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം, കോൾ ലോഗിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. അല്ല കോൾ റെക്കോർഡ് കിടപ്പുണ്ട്. അല്ല ഒരു നമ്പറിൽ നിന്നേ ഒരു ഒത്തിരി പ്രാവശ്യം ഇങ്ങനെ ഇവനെ വിളിക്കുമ്പോൾ ഇവള് ഗ്യാപ്പ് ഇട്ടുമ്പോഴാണ് എടുത്ത് വിളിക്കണം. ഇവനെ വിളിക്കുമ്പോൾ കിട്ടിയില്ലേ പിന്നെ ഡെയിലി ചെയ്യൂലേ. അപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ അടുപ്പിച്ച് ഇങ്ങനെ കുറെ വരും. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഇതെന്തിനാണ് ഇതിന് മാത്രം വിളിച്ചത്? എനിക്ക് പരിചയമില്ലാത്ത ഒരു നമ്പറിലേക്ക് തന്നെ
ഒരുപാട് കോളുകൾ എന്ന് വെച്ചാൽ 200 കോള് അതിൽ വന്ന് കിടക്കും. സ്മാർട്ട് ഫോൺ ആണെങ്കിൽ എത്ര പ്രാവശ്യം റിങ് ചെയ്തെന്ന് തന്നെ വരും. അപ്പം എല്ലാ ഡീറ്റെയിലും ഉണ്ടെന്ന്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു ദിവസം ഞാൻ വെറുതെ അതൊന്ന് പ്ലേ ചെയ്തപ്പോൾ കേൾക്കണമെന്ന് വെച്ചാൽ ഇവിടെ സുന്ദരമായ പ്രേമ സല്ലാപമാണ്. എനിക്ക് ഈ പയ്യനെ അങ്ങോട്ട് പിടുത്തം കിട്ടിയില്ല. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ എന്ത് ചെയ്തു, ജനമാതയോട് പറഞ്ഞ് ഇന്ന പോലെ സംഭവം നീ കേട്ടോക്കെന്ന് പറഞ്ഞാൽ കേൾപ്പിച്ച് കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവർക്ക് 2-3 ചാൻസും കൂടി കൊടുത്തു. വണ്ടിയിൽ ഫോൺ ഇട്ട് ഇവളോട് പറഞ്ഞത് ഇട്ടിട്ട് കഴിഞ്ഞ് അതും കൂടി കിട്ടി. അപ്പോൾ ഇവർ കാറിൽ എവിടെ പോകണൊരു കാര്യം പറഞ്ഞത് ഇവളെന്ത് ചെയ്ത് കയറിനാട് നമ്മളിത് കേൾപ്പിച്ചിട്ട് പറഞ്ഞ് അവളോട് പറയരുത് ഈ കാറിൽ ഇവരെവിടെ പോകാൻ ഉദ്ദേശിച്ചത് അതെവിടെയാണെന്ന് അറിയണമെന്ന് പറഞ്ഞു. കാരണം അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ. കയ്യിൽ എന്ത് ചെയ്ത് നീക്ക് തന്നെ ഇച്ചിരി ഫോൺ വിളിയെ കൊടുക്കുന്നുണ്ട്. മനസ്സിലിരിക്കാൻ പറ്റിയില്ല, വെയിറ്റ് ചെയ്തില്ല, എൻ്റെ ഉദ്ദേശത്തിൽ ഇവർ നിന്നില്ല. നീ അതൊക്കെ പിന്നെ നമ്മൾ അറിയുന്നുണ്ടാന്ന് പറഞ്ഞു. ഇവളിത് അവനോട് ചോദിച്ചു. ഞാനിവക്ക് ഇരയിട്ടിട്ട് ഞാനിവിടെ കൂടി LAG പോയി ഇരിക്കുകയാണ്. ഫോൺ കാറിലിട്ടിട്ട് ഇവള് പറഞ്ഞു ഞാൻ കാറിൽ നിന്ന് പാട്ട് കേട്ടോളാന്ന് പറഞ്ഞു. നമ്മൾ ഇരിക്കുകയാണ്. ഇരിക്കുമ്പോഴത്തേക്ക് ഇവള് വിളിച്ചു. ഞാൻ 1 മണിക്കൂർ ഗ്യാപ്പ് കൊടുത്ത് നമ്മളിവിടെ വന്നിട്ട് ഞാൻ ഈ സാധനം ഇവളും കൂടി തുറന്നു നോക്കിയപ്പോഴില്ലേ അവളപ്പോൾ താഴത്തേക്ക് പോയി ട്യൂഷൻ പോകാൻ വേണ്ടി റെഡിയാൻ വേണ്ടി. ആ പോട്ടോ അല്ലേ ട്യൂഷൻ പോകാൻ അല്ല റെഡിയായി വന്നേക്കും. എന്താ ഗുരുദാസിന്റെ വണ്ടിയാണ്. കിടന്നോളൂ. എന്താ പ്രശ്നം? ഹലോ അല്ല ജോണി ചെങ്കട്ട വരുന്നുണ്ട് നമ്മുടെ അല്ല PC തോമസിന്റെ ഇവിടുത്തെ സ്റ്റേറ്റ് പ്രസിഡന്റ്. സ്റ്റേറ്റ് അല്ല ജില്ലാ പ്രസിഡന്റ്. അല്ല അത് സംഭവമാണ്, ഞാനത് ചിന്തിച്ചാണ്, പക്ഷേ പറയാൻ പറ്റില്ല. പൊക്കിയതല്ലേ അറസ്റ്റ് രേഖപ്പെടുത്താം. പക്ഷെ വേറെ കാര്യമുണ്ട്, ഇന്ന് അവിടെ നിന്ന് വിട്ടേക്കണം. അത് ശരിയാണ്. വേറെ ആരാണ്? സുല്ലുണ്ടോ? വരാം. എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് പറഞ്ഞാൽ അല്ല വിഷയമല്ല. നമ്മളൊരു മുഴം അല്ല നമ്പർ സുനിലിന്റെ അത് മറ്റേ ജോണി ചെങ്കട്ട അറേഞ്ച് ചെയ്യും കേട്ടോ. അല്ല ഇപ്പൊ വക്കീല് വിളിച്ച് സംസാരിച്ചപ്പോ സ്റ്റേഷൻ വിളിച്ച് സംസാരിച്ചപ്പോ പറഞ്ഞത് ഹലോ അല്ല നമ്മളൊരു ചാൻസ് ഇട്ട് കൊടുക്കണ്ട. ചാൻസ് ഇട്ട് കൊടുത്ത പണിയാ. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ല അവളോട് ചോദിച്ചു, ജനമാതന ചോദിച്ചു. ഹലോ വന്നു വാ. അല്ലേ എനിക്ക് ഇന്നിപ്പോ ഇറങ്ങി വന്നു. ഇനിയിപ്പോ നാളെ രാവിലെ ജോണി 2-3 ക്ലാസ് പങ്കജ ജോണി ഒരു ചെറിയ പണി കിട്ടി. ഉണ്ടായിരുന്നല്ലേ ഇവിടെ വന്നിട്ട് ജോണി മനസ്സിലായില്ലേ? പ്രതിയാണോ നമ്പർ ഇടയ്ക്ക് വിളിച്ച് പ്രതിയോട്ടെ കൊടുത്തേ? ആ കൂട്ടുകാരുണ്ടായിരുന്ന പിടിച്ച് കഴിഞ്ഞില്ല. വേറെ ക്ലാസ് ആ സുഭാഷ നോക്കി. എങ്ങനെയുണ്ട് നമ്മളന്ന് പറഞ്ഞ്? ഞാൻ ജോണിയെ വിളിക്കുമ്പോൾ ജോണി ആദ്യം ചോദിച്ചല്ലോ ഇങ്ങനെ ഒരു കേസിലാണോ ജോണിന്റെ അടുത്ത് ചോദിച്ചത്. അതെങ്ങനെ മനസ്സിലായി? അങ്ങനെയല്ലേ ഒരു അനുഭവമല്ലേ കിടക്കുന്നത്. ഒരാളെ ഒതുക്കണമെങ്കിൽ അനുഭവമല്ലേ കിടക്കുന്നത്. അത് ശരിയാണ്. അല്ല ജോണിക്ക് എങ്ങനെ പിടുത്തം കിട്ടിയെന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. ഷാജിന്
മുകളിൽ നിന്ന് പ്രഷർ എന്തിനാ ആളെ വിട്ടെന്ന് പറഞ്ഞ് ചിലപ്പോൾ വീണ്ടും വന്ന് നോക്കിക്കൊണ്ട് ആ അത് ശരിയാ മനസ്സിലായി. പക്ഷേ ഇന്നുകൊണ്ട് അതോടെ പറയാൻ വന്നല്ലേ? രാത്രി കിടക്കണ്ടോ? ഇല്ല ഇല്ല ഇല്ല. മൊബൈൽ ഉപയോഗിക്കുന്നത്. പക്ഷേ അല്ല, ഇവനെ ഇത് പണി തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവളാണ്. അവൻ ഇന്ന് ചെന്നൈയിൽ നിന്ന് ഇവിടെ എത്തിയോ? ഇന്ന് രാവിലെ. വിഷ്ണു കൊട്ടാരക്കരയുള്ള വിഷ്ണു ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ മറ്റേ അങ്ങാരുടെ ഇനോവ ഇപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. നമ്മൾ പോകുന്നതിന് തൊട്ട് മുമ്പ് അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ പോത്തങ്കോട്ടിന് മുമ്പ് വെച്ച് ഞങ്ങൾ ജോണിയെ നിൽക്കാൻ വേണ്ടി നിർത്തി പിന്നെ അങ്ങോട്ടാണ് പോയതുണ്ട്. കണ്ടില്ല? 10 മണി മുതൽ 2 മണി വരെ നമ്മൾ 9 തൊട്ട് 12 വരെ അല്ല സോഷൻ ആരാണ് കഴിഞ്ഞ ഒരു 10 മിനിറ്റ് ഒരു കാര്യങ്ങളിൽ നിന്ന് വീട്ടിൽ ഇരുന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോഴൊക്കെ പറഞ്ഞ ഒരു ഇതുപോലുള്ള കേസുകൾക്ക് ബലം ഉണ്ടാകണമെങ്കിൽ ശക്തമായിട്ട് എന്താണ് പറയുന്നത്, കാരണം നമ്മൾ അവനൊരു ഏരിയയുടെ കാര്യം വരെയൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നത്. ജോണിനെ വിളിച്ചായിരുന്നു. അപ്പം ഞങ്ങളുടെ അത് തിരിച്ചു വിളിച്ചു കഴിഞ്ഞു. വിളിച്ചോ? അപ്പം സ്വിച്ച് ഓഫ് ആയിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ജോണി തിരിച്ചു വിളിച്ചു. ഇദ്ദേഹം ഉദ്ദേശിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാപ്പിലായി കഴിഞ്ഞാൽ ഞാൻ കാല് പിടിക്കുന്നു. കാരണം ഒരു മനുഷ്യനായിട്ട് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ പണിയത്. പിന്നെ ഇതിനപ്പുറത്തേക്ക് ഇനി എണ്ണം എനിക്ക് തോന്നിയില്ല എനിക്ക് കിട്ടാനായിട്ട്. കാരണം ഞാൻ ചിന്തിക്കാത്തൊരു പോർഷൻ എനിക്ക് കിട്ടി. എന്തിനാണെന്ന് അപ്പോഴും ചിന്തിക്കും. അപ്പോഴും അവിടെ റബ്ബർ സൈറ്റിൽ നിന്ന് പറയുക. ഞാൻ ചോദിക്കുന്നുണ്ട് എന്താണ് കാര്യം. അകത്തേക്ക് ഞാൻ വരുന്നില്ല, ഞാൻ വീട്ടിൽ വരാം. ഞാൻ പോലീസുകാരോട് പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ പോവാം, അല്ലെങ്കിൽ ഞാൻ സ്റ്റേഷനിൽ വരാം. ആശ്രമത്തിനകത്തേക്ക് ഞാൻ വരില്ല. കാരണം വെച്ചാൽ എനിക്ക് മനസ്സിലായി എന്തോ ട്രാപ്പ് വന്നു. എന്നെ ഒരു 10-20 മിനിറ്റ് നിർത്തി അവിടെ. പുള്ളി കാര്യം പറയാതെ എസ് ഐ വന്നിട്ടാണ് പിന്നെ കാര്യം പറഞ്ഞത്. വിളിച്ചായിരുന്നു. ഫസ്റ്റ് ജോണി വിളിച്ച സമയത്ത് തന്നെ കൊണ്ടു എന്ത് കാര്യം അറിയില്ലെന്ന് നമ്പർ ഞാൻ ചോദിച്ചു. പക്ഷെ അപ്പോഴത്തേക്ക് നെറ്റിൽ നമ്പർ എടുത്ത് ഞങ്ങള് തിരിച്ചു ഞാൻ വിളിച്ചപ്പോ സാർ എന്താണ് അത് എസ് ഐക്ക് അറിയാം, അവൻ പറയുന്നില്ല. അതാണ് കുഴപ്പം. ഇവര് കാര്യം പറയണ്ടേ നമ്മളോട്. എസ് ഐയുടെ നമ്പർ തന്നു. അല്ല വേറെ കാര്യമുണ്ട്. പെട്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഈ കേസാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ചീട്ട് കീറി. ഞാൻ 3 മാസം അല്ലെങ്കിൽ 14 ദിവസം എത്ര ദിവസം ജയിലിൽ കിടക്കാൻ അല്ല കിടക്കാൻ തയ്യാറാണ്. പക്ഷെ വേറെ കാര്യമുണ്ട്, എന്നെ ജീവനോടെ അവർ പുറത്തു വിട്ടത്. അത്രേ ഉള്ളൂ. ഏത് അല്ല എന്ത് വേണമെങ്കിലും ചെയ്യാം. കാരണം ജീവനോട് പുറത്ത് വിടരുത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ഈ പുള്ളി പറഞ്ഞിട്ടുണ്ട്